ജൂൺ 19 ദേശീയ വായന ദിനം. അക്ഷരങ്ങളുടെ ശക്തിയെക്കുറിച്ചും വായനയുടെ ശക്തിയെക്കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കാനായി സ്വന്തം ജീവിതത്തിന്റെ 50-ലേറെ വർഷങ്ങൾ നടന്നു പ്രവർത്തിച്ച വ്യക്തിയാണ് PN പണിക്കർ. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ 19 വായന ദിനമായി നാം ആചരിക്കുന്നു. വായന ദിനത്തിൽ പന്തളം അമൃത വിദ്യാലയത്തിൽ 25 സാഹിത്യകാരന്മാരെ ആദരിച്ചു. അറിവുള്ളവരായി വളരുക നാം, തിരിച്ചറിവുള്ളവരായി മാറുക നാം. ഏറെ പുതുമകളോടെ വീണ്ടും അമൃത വിദ്യാലയം. ഇക്കഴിഞ്ഞ വായന ദിനം ഏറെ പുതുമകളോടെയാണ് പന്തളം അമൃത വിദ്യാലയം ആചരിച്ചത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷത്തിന് തുടക്കം കൂടിയായിരുന്നു ഈ ചടങ്ങ്. വിദ്യാലയത്തിലെ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ സാഹിത്യ പ്രവർത്തനം നടത്തിവരുന്ന സമീപ പ്രദേശത്തെ 25 എഴുത്തുകാരെ പൊന്നാടയും ഷീൽഡും നൽകി ആദരിച്ചു. ആരുടെ തലയും താഴ്ന്നിടുമെന്നും അറിയുക നാം, താഴ്ന്നിടുമെന്നും അറിയുക നാം. അറിവില്ലെങ്കിൽ നാമില്ല, വായിക്കാതെ വളരല്ലേ. വായന നൽകും ആനന്ദം, വായിച്ചാലേ അറിയൂ നാം, വായിച്ചാലേ അറിയൂ നാം. അറിവുള്ളവരായി വളരുക നാം, തിരിച്ചറിവുള്ളവരായി മാറുക നാം. വായന നൽകും വാക്കിൻ ശക്തി, വാചാലത കൊണ്ടറിയുക നാം, വാചാലത കൊണ്ട്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപികയുമായ ഗിരിജകുമാരി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ തുടങ്ങിയിട്ട് 25 വർഷം. ഇവിടെ ആദരിക്കപ്പെടേണ്ടവരെ ഒന്ന് കണ്ണുകളൊക്കെ കാണാനും അവരെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ. തുടർന്ന് പ്രഥമ അധ്യാപിക ബ്രഹ്മചാരിണി അഭിവന്ദ്യാമൃത ചൈതന്യ സ്വാഗതവും ജ്യോതി ടീച്ചർ ആശംസയും അക്കാദമിക് കോർഡിനേറ്റർ ജയശ്രീ ടീച്ചർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. വിശിഷ്ട വ്യക്തികളെ രേഖ ടീച്ചറും ശ്രീദേവി ടീച്ചറും സദസ്സിന് പരിചയപ്പെടുത്തി. ചടങ്ങിൽ ശ്രീ സുരേഷ് പനിങ്ങാട്, ശ്രീ പ്രവീൺ ഇറവങ്കര, തെങ്ങാം ശ്രീ ഗോപകുമാർ, ശ്രീ വിനോദ് മുളമ്പുഴ, ശ്രീ പന്തളം ഉണ്ണികൃഷ്ണൻ, ശ്രീ ചന്ദ്രബാബു പനിങ്ങാട്, ഡോക്ടർ ശശി, അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ, ശ്രീ MG ബിജുകുമാർ, ശ്രീമതിമാരായ സുഗത പ്രമോദ്, സുമാ രാജശേഖരൻ തുടങ്ങി നിരവധി പ്രഗത്ഭർ ആദരവേറ്റുവാങ്ങി.